എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബുൾഗർ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബുൾഗർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പുഴുങ്ങി ഉണക്കി അത് പൊടിച്ചെടുക്കുന്നതാണ് ബുൾഗർ. നുറുക്ക് ഗോതമ്പ് പോലെയൊക്കെ കാണാനിരിക്കുമെങ്കിലും ഇതിൻ്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ബുൾഗറിന്. പ്രോട്ടീനും അതുപോലെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്, തവിടൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഒരു വെളുത്തുള്ളി അല്ലി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്കൊരു ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ പച്ചമുളക്, ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്, പാപ്രിക്കയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്താലും മതി, വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ചില്ലി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ തക്കാളി പ്യൂരി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി. പിന്നെ കുറച്ച് പുതിന ഇല വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബുൾഗർ വേണം. ബുൾഗർ നമ്മൾ ഓൾറെഡി ഇത് കുക്കൊക്കെ ചെയ്തിരിക്കുന്ന കാരണം വീണ്ടും അത് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. പല രീതിയിൽ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ബുൾഗർ. അപ്പോൾ ഞാൻ ഒരു രീതിയിലുള്ളത് കാണിച്ചു തരാം. പല രീതിയിൽ പൊടിച്ചത്, പല സൈസിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ചോറിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ബുൾഗർ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബുൾഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കഴുകാതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയൊക്കെ എടുക്കാം, കഴുകാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളത്തിന് പകരം 1 കപ്പ് സ്റ്റോക്കാണ് ചേർക്കുന്നത്. ഇത് മട്ടൺ സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് ബുൾഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഈ മട്ടൺ സ്റ്റോക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഈ ബുൾഗറിന് കൊടുക്കും. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്കതൊരു 10 മിനിറ്റ് പോലും വേണ്ടത് കുക്കായി കിട്ടാനായിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നല്ല പെർഫെക്റ്റായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ നല്ല ഒന്നിലൊന്നിൽ തൊടാതെ ഇത് കിടക്കും. അപ്പോൾ ചോറിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ബുൾഗർ. അപ്പോൾ ഇങ്ങനെ തന്നെ പുലാവാക്കണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ നോർമലായിട്ട് കുക്ക് ചെയ്തും കഴിക്കാവുന്നതാണ്. അപ്പം ഇത് കിട്ടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി നോക്കുക. നുറുക്ക് ഗോതമ്പ് വെച്ചും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.